നമ്മളിപ്പോൾ ഉള്ളത് മൂന്നാർ KSRTC ബസ് സ്റ്റാൻഡിലാണ്. ഡബിൾ ഡെക്കർ ബസ്സിന്റെ യാത്രയെന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. രാവിലെ 9 മണിക്കത്തെ ട്രിപ്പാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഈ ബസ് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടതെന്നും ഈ ബസ്സിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ജാസ്മിൻ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ നമ്മൾ ബസ്സിലേക്ക് കയറുകയാണ്. നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് മുകളിലത്തെ ഡെക്കാണ്. മുകളിലത്തെ ഡെക്കിന് ടിക്കറ്റ് റേറ്റ് വരുന്നത് 400 രൂപയാണ്. താഴെയാണെന്നുണ്ടെങ്കിൽ 200 രൂപയാണ്. നമ്മൾ രാവിലെ 9 മണിക്കത്തെ ബസ്സാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ഓൺലൈനിൽ ടിക്കറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും 15 മിനിറ്റ് മുമ്പേ റിപ്പോർട്ട് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ 8:45 നമ്മളെ കാണാത്തതുകൊണ്ടായിരിക്കാം 8:50 നമ്മൾ കണ്ടക്ടർ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ എത്തിയോന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് സീറ്റ് തന്നെയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് മുകളിൽ. അപ്പോൾ നമുക്ക് കാഴ്ചകൾ കുറച്ചും കൂടെ ഭംഗിയായിട്ട് കാണാമല്ലോ എന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ നമ്മളിനി യാത്ര തുടങ്ങുകയാണ്. ഇപ്പം നമ്മൾ മൂന്നാർ ടൗണിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ റൂട്ട് വരുന്നത് മൂന്നാർ ടൗൺ മുതൽ മൂന്നാർ ഗ്യാപ്പ് റോഡ് ആനയിറങ്കൽ ഡാം വരെയാണ്. ഒരു ദിവസം 3 ട്രിപ്പാണുള്ളത്. രാവിലെ 9 മണിക്ക്, ഉച്ചയ്ക്ക് 12:30, വൈകുന്നേരം 4 മണിക്ക്. ഓരോ ട്രിപ്പിനും 3 മണിക്കൂർ ദൈർഘ്യം വീതമാണുള്ളത്. ഇപ്പം നമ്മൾ ഫ്രണ്ട് സീറ്റ് തന്നെ ബുക്ക് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കാഴ്ചകളൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാം. ഈ ഫ്രണ്ട് സീറ്റ് ബുക്ക് ചെയ്യുന്നതിന് 2 ആഴ്ച മുമ്പേയൊക്കെ നമ്മൾ ബുക്ക് ചെയ്യേണ്ടി വരും. ഞാനൊരു 2 വീക്സ് ബിഫോർ ബുക്ക് ചെയ്തിട്ടാണ് വീക്ക് ഡേയിൽ ഈ ഒരു സീറ്റ് കിട്ടിയത്. വീക്കെൻഡിൽ കിട്ടുന്നേ ഇല്ല. 1 മാസത്തോളം തന്നെ ഫ്രണ്ട് സീറ്റ് ബുക്കിംഗ് ആണ്. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കേണ്ടതും കൂടെ ഒരു ആവശ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഫ്രണ്ട് സീറ്റ് എടുത്തത്. ഇനിയിപ്പോൾ ഫ്രണ്ട് സീറ്റ് ഇല്ലെന്നുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല. നമുക്ക് 360 ഡിഗ്രിയിൽ ഏത് സ്ഥലത്തിരുന്നാലും നമുക്ക് കാഴ്ചകൾ ആസ്വദിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ മൂന്നാർ ടൗൺ വിട്ടിട്ട് ഗ്യാപ്പ് റോഡിൻ്റെ സീനിക് ബ്യൂട്ടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞാൻ ഈ വഴി പലവട്ടം പോയിട്ടുണ്ടെങ്കിലും പോയതെല്ലാം കാറിനാണ്. അപ്പോഴുണ്ടാവുന്നൊരു ഭംഗിയല്ല നമ്മൾ ഇത്രയും ഹൈറ്റിലിരിക്കുമ്പോൾ കാണുന്നത്. ഇനിയിപ്പോൾ KSRTC ബസ്സിൽ പോയാൽ പോലും ഇത്രയധികം ഭംഗിയിൽ നമുക്ക് മൂന്നാറിനെ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും ഹൈറ്റിൽ, അതും 360 ഡിഗ്രി വ്യൂവിലിരിക്കുമ്പോഴത്തേക്കും ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. ക്യാമറയിൽ അതിനെ എത്രത്തോളം ഡെലിവർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഉറപ്പായിട്ട് നിങ്ങൾ മൂന്നാർ വരുമ്പോൾ ഇത് ട്രൈ ചെയ്യണം. ഒരുപാട് പേര് ഒരുപാട് വട്ടം മൂന്നാർ വന്നിട്ടുള്ളതായിരിക്കാം. പക്ഷേ ഈ ഒരു എക്സ്പീരിയൻസ് ഒന്ന് വേറെ തന്നെയാണ്. നമുക്ക് ഈ ബസ്സിൽ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ടിക്കറ്റ് എടുക്കാവുന്നതാണ്. ഓഫ്ലൈനായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ മൂന്നാർ KSRTC ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് നമുക്ക് സാധാരണ ബസ്സിന് ടിക്കറ്റ് എടുക്കുന്ന പോലെ ടിക്കറ്റ് എടുക്കാം. പക്ഷേ ഓൺലൈൻ ബുക്കിങ്ങിന് തന്നെയാണ് എപ്പോഴും പ്രയോറിറ്റി. അത് തന്നെ 2 ആഴ്ച മുമ്പേ തന്നെ ടിക്കറ്റ് വിറ്റ് പോകുന്ന സ്ഥിതിയാണുള്ളത്. അപ്പോൾ നമ്മൾ നേരിട്ട് വന്ന് ബുക്ക് ചെയ്യുന്നത് റിസ്ക് ആണെന്ന് തന്നെ പറയാം. ടിക്കറ്റ് കിട്ടാതിരിക്കാനാണ് ചാൻസ് കൂടുതൽ. പിന്നെ വീക്ക് ഡേയ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 1-2 ടിക്കറ്റൊക്കെ കിട്ടിയിരിക്കാം. നേരത്തെ ഓൺലൈൻ ബുക്ക് ചെയ്യുന്നതാണ് എപ്പോഴും സേഫ്. ഇനി ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് KSRTCയുടെ ആപ്പിലോ അല്ലെന്നുണ്ടെങ്കിൽ KSRTC.com എന്ന് പറയുന്ന വെബ്സൈറ്റിലോ കയറാവുന്നതാണ്. ഞാൻ ബുക്ക് ചെയ്തത് KSRTC.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്നാണ്. വെബ്സൈറ്റിൽ കയറുമ്പോൾ തന്നെ ബുക്ക് നൗ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിൻ്റെ അകത്ത് ട്രാവലിംഗ് ഫ്രം എന്നുള്ളതിനകത്ത് മൂന്നാർ റോയൽ വ്യൂ ഡബിൾ ഡെക്ക് എന്ന് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഗോയിങ് ടുവിനകത്ത് സൈറ്റ് സീയിങ് എന്ന് കൊടുക്കുക. പിന്നെ വരുന്നത് ഡേറ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതിൽ നോക്കി നമ്മൾ ഡേറ്റ് സെലക്ട് ചെയ്യാം. പിന്നെ പോകുന്നത് 3 ടൈം ഷെഡ്യൂൾ കാണിക്കുന്ന ഒരു വിൻഡോയിലേക്കാണ്. അതായത് രാവിലെ 9 മണി, ഉച്ചയ്ക്ക് 12:30, പിന്നെ 4 മണി. അതിനകത്ത് നമുക്ക് പറ്റുന്നൊരു ടൈം സ്ലോട്ട് സെലക്ട് ചെയ്യുക. പിന്നെ ഉള്ളത് സീറ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലോവർ സീറ്ററും അപ്പർ സീറ്ററും കാണിക്കുന്നുണ്ടാവും. ലോവർ സീറ്ററാണ് വേണമെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അപ്പർ സീറ്ററിനാണെങ്കിൽ നമുക്ക് ഏത് സീറ്റാണോ വേണ്ടുന്നത് അത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ചോദിക്കുന്നത് എവിടെ നിന്നാണ് കയറുന്നത്, പിന്നെ എവിടെ നിന്നാണ് ഇറങ്ങുന്നത്. രണ്ടും മൂന്നാർ KSRTC ബസ് ഡിപ്പോ തന്നെ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കയറാനും പറ്റും, അവിടെ തന്നെ വന്ന് ഇറങ്ങാനും പറ്റും. പിന്നെ ഉള്ളത് പാസഞ്ചർ ഡീറ്റെയിൽസ് ആണ്. അത് കഴിഞ്ഞ് പിന്നെ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്കാണ് പോകുന്നത്. അത് ഏതൊരു സൈറ്റിലും നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡ് വഴി നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇത്രയും ഈസി ആയിട്ടാണ് ബുക്കിംഗ് ഉള്ളത്. അപ്പോൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്ത് വരുന്നതായിരിക്കും എപ്പോഴും സേഫ്. ഈ ബസ്സിൻ്റെ 3 മണിക്കൂറത്തെ യാത്രയിൽ 4-5 സ്പോട്ടുകളിൽ നമുക്കൊരു 10 മിനിറ്റ് വീതം ബസ്സിൽ നിന്ന് ഇറങ്ങി കാഴ്ചകൾ കാണാനുള്ള അവസരമുണ്ട്. നമുക്ക് ഇറങ്ങിയിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം. ഈ കാഴ്ചകൾ നമുക്ക് വേണ്ടോളം ആസ്വദിക്കുകയും ചെയ്യാം. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഫോട്ടോ പോയിന്റ് അല്ലെന്നുണ്ടെങ്കിൽ സിഗ്നൽ പോയിന്റ് എന്ന് പറയുന്ന ഒരു തേയിലത്തോട്ടം കാണാൻ പറ്റുന്ന ഒരു പോയിന്റിലാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പാണ്. അങ്ങ് അകലെ മലനിരകളും പിന്നെ തട്ടുതട്ടായിട്ട് ഇങ്ങനെ ഗ്രീനറി നിറഞ്ഞു കിടക്കുന്ന തേയിലത്തോട്ടങ്ങളുമാണ്. ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മൂന്നാറിൻ്റെ സിഗ്നേച്ചർ ഫോട്ടോ തന്നെ നമുക്ക് കിട്ടും. എറണാകുളത്തൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് മൂന്നാറിൽ വന്ന് ഈ ഒരു ബസ് യാത്രയൊക്കെ ആസ്വദിച്ച് മൂന്നാറിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് വൈകുന്നേരത്തോടു കൂടി തിരിച്ചെത്താവുന്നതാണ്. എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും രാവിലെ 4 മണിക്ക് വട്ടവടയ്ക്ക് പോകുന്ന ഒരു KSRTC ബസ് ഉണ്ട്. അതുകൂടാതെ 3:45 KSRTCയുടെ തന്നെ ഒരു മിന്നൽ ബസ് സർവീസ് നടത്തുന്നുണ്ട്. മിന്നൽ ബസ് 5:45 കൂടി മൂന്നാർ KSRTC ബസ് സ്റ്റാൻഡിലെത്തും. വട്ടവടയ്ക്ക് പോകുന്ന ബസ് ഏകദേശം 9 മണിയോട് കൂടി KSRTC ബസ് സ്റ്റാൻഡിലെത്തും. ഈ 2 ബസ്സുകളും KSRTCയുടെ ആപ്പിലോ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ വെബ്സൈറ്റിലോ കയറിയാൽ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ മൂന്നാർ സ്റ്റാൻഡിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഈ 3 നേരത്തിലുള്ള ഏതെങ്കിലും ഒരു ഷെഡ്യൂളിൽ നമുക്ക് ഈ ഒരു ഡബിൾ ഡെക്കർ ബസ്സിൽ കയറി യാത്ര ചെയ്യാനും പറ്റും. തിരിച്ച് വൈകുന്നേരത്തോടു കൂടി
എറണാകുളത്തേക്ക് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ബസ്സും കിട്ടും. ഇപ്പം നമ്മളൊരു ടോൾ പ്ലാസയിൽ കൂടെയാണ് കടന്നു പോകുന്നത്. മൂന്നാറിലെ തന്നെ ഏറ്റവും മനോഹരമായ റൂട്ടിൽ കൂടെയാണ് ഡബിൾ ഡെക്കർ ബസ് സർവീസ് നടത്തുന്നത്. മൂന്നാറിലെ മാത്രമല്ല, ഇന്ത്യയിലെ തന്നെ മനോഹരമായ റൂട്ടുകൾ എടുത്താൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തിൽ നമ്മുടെ ഗ്യാപ് റോഡ് ഉണ്ടാവും. ഈ ബസ്സിൻ്റെ ഒരു ശരാശരി വേഗത എന്ന് പറയുന്നത് 40 km/h ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നല്ല ആസ്വദിച്ച് നമുക്ക് യാത്ര ചെയ്യാനും പറ്റും. ഈ റൂട്ടിലെ പ്രധാന കാഴ്ചകളെന്ന് പറയുന്നത് തേയിലത്തോട്ടങ്ങൾ തന്നെയാണ്. നല്ല മനോഹരമായി ഗ്രീനറി ആയിട്ട് നിൽക്കുന്ന തേയിലത്തോട്ടങ്ങൾ. ശരിക്കും ഈ ഒരു റൂട്ടെന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു റൂട്ടാണ്. അതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ അരിക്കൊമ്പൻ തന്നെയാണ്. അരിക്കൊമ്പനെ കൊണ്ടുവന്ന് തുറന്നു വിട്ടത് ഈ മൂന്നാർ ഗ്യാപ് റോഡിനടുത്തുള്ള ആനയിറങ്കൽ ഡാമിനോട് ചേർന്നുള്ള പരിസരത്താണ്. അപ്പോൾ ഈ അരിക്കൊമ്പനെ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ ഒരുപാട് ഏരിയൽ വ്യൂവും അല്ലാത്തുള്ള വീഡിയോസും ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിട്ടുണ്ട്. നമ്മുടെ ബസ്സിൽ യാത്ര ചെയ്യുന്നവരിൽ മലയാളികളെ പോലെ തന്നെ നോർത്ത് ഇന്ത്യൻസും ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള റീൽസൊക്കെ ട്രെൻഡിങ് ആകുമ്പോൾ നമുക്ക് തന്നെയാണ് ഗുണം. പുറത്തുനിന്ന് കുറേ ആൾക്കാർ ഇങ്ങോട്ട് വരികയും ചെയ്യും. നോർത്ത് ഇന്ത്യൻസ് മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തുനിന്നാണെങ്കിലും ഒരുപാട് സഞ്ചാരികൾ നമ്മുടെ നാട്ടിലേക്ക് വരും. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് മലൈക്കള്ളൻ കേവ് എന്ന് പറയുന്ന ഒരു ഗുഹയുടെ അടുത്താണ്. ഇനി നമുക്ക് അവിടുത്തെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. ഇപ്പം നമ്മൾ മലൈക്കള്ളൻ ഗുഹയിലേക്ക് കയറുകയാണ്. മലൈക്കള്ളൻ ഗുഹയെന്നും റോക്ക് കേവ് എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. നമ്മൾ നേരത്തേക്ക് ഒരുപാട് വട്ടം മൂന്നാർ വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു സ്ഥലത്ത് ഞാൻ ഇതുവരെ വന്നിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഗുഹയിൽ കയറുന്നത്. കംപ്ലീറ്റ്ലി ന്യൂ എക്സ്പീരിയൻസ് ആണ്. ഇതിൻ്റെ അകത്തേക്ക് ഒരാൾക്ക് കയറി പോകാൻ പാകത്തിനുള്ള ഒരു വിടവാണുള്ളത്. പിന്നെ ഇതിൻ്റെ അകത്ത് കയറാൻ വേണ്ടിയിട്ട് പടികളൊക്കെ കെട്ടിയിട്ടുണ്ട്. ഏത് പ്രായക്കാർക്ക് വേണമെന്നുണ്ടെങ്കിലും കയറാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ അങ്ങ് തമിഴ്നാട് വരെ ഇതിൻ്റെ ഒരു ഗുഹയുടെ ഇത് ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങ് അറ്റത്തോട്ടൊന്നും നമുക്ക് പോകാൻ പറ്റത്തില്ല. കുറച്ച് ഗ്യാപ്പിൽ മാത്രമേ നമുക്ക് കയറാൻ പറ്റുള്ളൂ. മഴക്കാലത്തൊക്കെയാണ് വരുന്നുണ്ടെങ്കിൽ ഒരു ഹൊറർ ആംബിയൻസ് ഒക്കെ കിട്ടും. ഇപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും തോന്നുന്നില്ല. ഇടയ്ക്ക് ചീവീടുകളൊക്കെ കരയുന്ന സൗണ്ടൊക്കെ ഉണ്ട്. പക്ഷേ മഴക്കാലത്താണെങ്കിൽ നിറയെ പായലും മുകളിൽ നിന്ന് വെള്ളം വീഴുന്നതും ഒക്കെ നല്ല രസമായിരിക്കും കാണാനായിട്ട്. പിന്നെ ഒരു ആംബിയൻസും ഒക്കെ കിട്ടും. ഇതിന് ഇങ്ങനെ ഒരു പേര് വരാൻ കാരണം പണ്ട് കാലത്ത് തങ്കയ്യ എന്ന് പറയുന്ന ഒരു പെരുങ്കള്ളൻ ഇവിടെ ഒളിച്ച് താമസിച്ചിരുന്നുവെന്നും ഇതിലേക്കൂടെ പോകുന്ന വണ്ടികളൊക്കെ അയാൾ കൊള്ളയടിച്ച് ഇതിൻ്റെ അകത്തായിരുന്നു കൊണ്ടുവച്ചിരുന്നത്, ഇവിടെയായിരുന്നു പുള്ളി താമസിച്ചിരുന്നത് എന്നൊക്കെ ഒരു ഐതിഹ്യമുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ പേര് മലൈക്കള്ളൻ ഗുഹ എന്ന് അറിയപ്പെട്ടത്. ഈ റോക്ക് കേവിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടും ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. നല്ല അടിപൊളിയായിട്ട് തേയിലത്തോട്ടങ്ങളും അങ്ങറ്റത്തായിട്ട് മലനിരകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം. പിന്നെ ഇതിൻ്റെ അടുത്തായിട്ടാണ് ചൊക്ര പീക്ക് വരുന്നത്. മൂന്നാർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചൊക്ര പീക്കിലേക്കുള്ള ടിക്കറ്റ് നമുക്ക് അവിടെ നിന്ന് എടുത്തിട്ട് ട്രക്കിംഗ് ചെയ്യാൻ പറ്റും. ട്രക്കിങ്ങിന് വരുന്നത് 400 രൂപയാണ്. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർക്ക് ഈ ഒരു ബസ്സിൻ്റെ യാത്ര കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രക്കിങ്ങും എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ ചെറിയ കടകളും സ്നാക്സും കൂൾ ഡ്രിങ്ക്സും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സ്നാക്സ് ഒക്കെ കഴിക്കാം. കുറച്ച് നേരം നമുക്ക് ഇവിടെ നിന്ന് ആസ്വദിച്ചിട്ട് വീണ്ടും തിരിച്ചു കയറാം. ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് ബസ്സിനെ കാണാൻ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഏതെങ്കിലും ഒരു വ്യൂ പോയിന്റിലൊക്കെ കൊണ്ടിട്ടാൽ ബസ് ഭയങ്കര സൂപ്പറാണ് കാണാനായിട്ട്. നമുക്ക് 2019 പ്രളയം ഉണ്ടായ സമയത്ത് മൂന്നാർ ഗ്യാപ് റോഡൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒലിച്ചു പോയതാണ്. അപ്പോൾ മുകളിൽ നിന്ന് ഉരുൾപൊട്ടലും അങ്ങനെയൊക്കെ വന്നിട്ട് പാറകളൊക്കെ സൈഡിൽ കിടക്കുന്നത് നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റും. പിന്നീടാണ് ഈ റോഡ് ഇതേപോലെ ഭംഗിയിൽ ഇവർ കൺസ്ട്രക്ട് ചെയ്തെടുത്തത്. നമ്മളിപ്പോൾ വെയിൽ സമയത്ത് പോകുന്നത് പോലെയല്ല മഴക്കാലത്ത് ഈ ഒരു ബസ്സിൽ യാത്ര ചെയ്യാൻ. അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഈ സമയത്ത് വന്നിട്ടുള്ളവരാണെന്നുണ്ടെങ്കിലും മഴക്കാലത്ത് ഒന്നുകൂടെ വരാൻ നോക്കണം. ശരിക്കും നമ്മൾ ഈ പോകുമ്പോൾ തന്നെ 360 ഡിഗ്രി വ്യൂ ഉള്ളത് കൊണ്ട് ചുറ്റിലും നമുക്ക് മലകൾ കാണാൻ പറ്റും. ഈ മലകളിൽ കൂടെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് മഴക്കാലത്ത് കാണാം. ഇപ്പോൾ പോകുമ്പോൾ ആ സ്ഥലമൊക്കെ ഇങ്ങനെ ബ്ലാങ്കായി കിടക്കുകയാണ്. വെള്ളം വരുന്ന ആ ഒരു ഭാഗം നമുക്ക് കാണാൻ പറ്റും, പക്ഷേ വെള്ളമില്ല. പിന്നെ അത്രയ്ക്ക് ഗ്രീനറി മലകളിലൊന്നും ഇല്ലല്ലോ. നമുക്ക് തേയിലത്തോട്ടം മാത്രമേ ഗ്രീനറി ആയിട്ട് കാണാൻ പറ്റുള്ളൂ. രണ്ടും രണ്ടായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. പക്ഷേ മാർച്ച് മാസത്തിൽ വന്ന ജഗ്രന്ഥ പൂക്കൾ പൂക്കുന്നൊരു സമയം കൂടിയാണ് മൂന്നാർ. അതിന് പരീക്ഷാ പൂക്കളൊന്നും അല്ലെങ്കിൽ പരീക്ഷാ മരങ്ങളൊന്നും വയലറ്റ് വസന്തം എന്നൊക്കെയാണ് പറയുന്നത്. മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് മൂന്നാർ കൂടുതലായിട്ട് ജഗ്രന്ഥ പൂക്കുന്നത്. ഈ ഭാഗത്ത് 1-2 മരങ്ങൾ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. കൂടുതലായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ മൂന്നാർ ടു മറയൂർ റൂട്ട് പോകണം. ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു കാഴ്ചയായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ 2 മാസം കുട്ടികളുടെ വെക്കേഷനൊക്കെ വരുന്നത് കൊണ്ട് എവിടെ പോകണമെന്ന് ചിന്തിച്ചിരിക്കുന്ന കുറേ പേരൻസ് ഉണ്ടാവും. അവർക്ക് മൂന്നാർ സെലക്ട് ചെയ്യാവുന്നതാണ്. 2 ദിവസം നമുക്ക് മൂന്നാർ വന്ന് ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് ഒരു ദിവസം ഇതുപോലെ ഡബിൾ ഡെക്കർ ബസ്സിൽ യാത്രയൊക്കെ ചെയ്താൽ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുറേ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മൂന്നാർ KSRTC ബസ് സ്റ്റാൻഡിൽ ബസ്സിലുള്ള AC സ്റ്റേ നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. 100 രൂപയാണ് ഒരു നൈറ്റിലേക്ക് വരുന്നത്. പിന്നെ നമ്മൾ അഡീഷണൽ പില്ലോയും ബ്ലാങ്കറ്റൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 100 രൂപയും കൂടെ എക്സ്ട്രാ വരും. ഒരു 200
₹200 നമുക്ക് ഒരു രാത്രി സുഖമായിട്ട് സ്റ്റേ ചെയ്ത് രാവിലെ എണീറ്റ് നമുക്ക് ഈ മൂന്നാറിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും നമുക്ക് യാത്ര ചെയ്യാവുന്നതാണ്. പബ്ലിക് ട്രാൻസ്പോർട്ട് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഗ്യാപ്പ് റോഡ് പോകണമെങ്കിൽ ഡബിൾ ഡെക്കർ ബസ് എടുക്കുക. അല്ലാത്ത സ്ഥലങ്ങളിലോട്ട് എല്ലാം തന്നെ KSRTC ബസ് ഉണ്ട്. ഇപ്പോൾ വട്ടവട റൂട്ടാണെങ്കിലും കാന്തല്ലൂർ റൂട്ടാണെങ്കിലും എല്ലാ സ്ഥലത്തേക്കും KSRTC ബസ് ഉണ്ട്. നമ്മളിപ്പോൾ 9 മണിക്കത്തെ ഒരു ട്രിപ്പാണ് ബുക്ക് ചെയ്തെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ വെയിലുണ്ട്. ഈ മാർച്ച് മാസം മുതൽ സെപ്റ്റംബർ മാസം വരെയുള്ള സമയങ്ങളിലാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരമോ അല്ലെങ്കിൽ ഈ 9 മണിക്കോ എടുക്കുന്നതായിരിക്കും തമ്മിൽ ഭേദം. ഉച്ചയ്ക്കത്തെ ട്രിപ്പ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഈ മുകളിൽ നിറയെ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തു നിന്നും ചൂടടിക്കും. ഞാൻ വീഡിയോ എടുക്കാനുള്ള എളുപ്പത്തിനും കാഴ്ചകളൊക്കെ ഈസി ആയിട്ട് കാണാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഫ്രണ്ടിൽ ബുക്ക് ചെയ്തത്. പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ വെയിലടിക്കുന്നുണ്ട്, നല്ല ചൂടുണ്ട്. ഇനിയിപ്പോൾ തണുപ്പ് സമയങ്ങളിലാണ് വരുന്നെങ്കിൽ കുഴപ്പമില്ലായിരിക്കും, മഴക്കാലത്തും കുഴപ്പമില്ലായിരിക്കും. അല്ലാതെ ഈ ഒരു സമയത്താണെങ്കിൽ, ഈ ഒരു സമ്മർ വെക്കേഷൻ സമയത്താണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ വൈകുന്നേരം അല്ലെന്നുണ്ടെങ്കിൽ ഈ 9 മണി തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. ഉച്ചയ്ക്കത്തെ ട്രിപ്പ് ഒഴിവാക്കുക. ഇപ്പം നമ്മൾ യാത്ര തുടങ്ങിയിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 2 സ്പോട്ടും കൂടെയാണ് കാണാനുള്ളത്. അവസാനത്തെ സ്പോട്ട് വരുന്നത് ആനയിറങ്കൽ ഡാമാണ്. അതിന് മുമ്പുള്ള സ്പോട്ട് എന്ന് പറയുന്നത് ഈ ആനയിറങ്കൽ ഡാമിൻ്റെ തന്നെ കാച്ച്മെൻറ്റ് ഏരിയയോട് ചേർന്നുള്ള ഒരു വ്യൂ പോയിന്റ് ആണ്. ആനയിറങ്കൽ എന്ന പേരിൻ്റെ അർത്ഥം ആനകൾ താഴേക്ക് വരുന്ന സ്ഥലമെന്നാണ്. ഈ റിസർവറിനോട് ചേർന്ന് അല്ലെങ്കിൽ ഈ കാച്ച്മെൻറ്റ് ഏരിയയോടൊക്കെ ചേർന്ന് വൈകുന്നേരങ്ങളിൽ ആനകൾ വെള്ളം കുടിക്കാൻ വരും. അങ്ങനെയാണ് ഈ പേര് വന്നത്. 1960കളിൽ നിർമ്മിച്ച ഏറ്റവും വലിയ മണ്ണ് അണക്കെട്ടാണ് ആനയിറങ്കൽ ഡാം. മൂന്നാറിൽ നിന്ന് ഏകദേശം 28 കിലോമീറ്ററാണ് ആനയിറങ്കൽ ഡാമിലേക്കുള്ള ദൂരം. അപ്പം ഏകദേശം നമ്മൾ 28 കിലോമീറ്റർ ഗ്യാപ്പ് റോഡിൽ കൂടെ വന്നു എന്നാണ് അർത്ഥം. ഈ 3 മണിക്കൂറത്തെ യാത്രയിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകൾ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും. ഇവിടെ ഒരു ഡാമിൻ്റെ ഏരിയ വരുന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ തേയിലത്തോട്ടങ്ങൾക്കും മലകൾക്കും കാടുകൾക്കും ഒക്കെ അങ്ങ് പ്രത്യേക ഭംഗിയാണ്. മഴക്കാലത്താണ് വരുന്നുണ്ടെങ്കിൽ നല്ല മഞ്ഞൊക്കെ ആസ്വദിച്ച് ചാറ്റൽ മഴയൊക്കെ ആസ്വദിച്ച് നമുക്കിങ്ങനെ പോകാൻ പറ്റും. പിന്നെ ഈ ആനയിറങ്കൽ ഡാമിൽ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ വരുന്നെങ്കിൽ ബോട്ടിങ് ചെയ്യാം. പിന്നെ ചെറിയൊരു ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യാം. മൊത്തത്തിൽ ഈ ഒരു റൂട്ട് എന്ന് പറയുന്നത് ഭയങ്കര സീനിക് ബ്യൂട്ടിയാണ്. ഇപ്പം നമ്മൾ സെക്കൻഡ് ലാസ്റ്റ് വ്യൂ പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാനുള്ളത് ഈ ആനയിറങ്കൽ ഡാമിൻ്റെ ഒരു കാച്ച്മെൻറ്റ് ഏരിയയും അതിനോട് ചേർന്നുള്ള തേയിലത്തോട്ടങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആണ്. ഇവിടെ നമുക്കൊരു 10 മിനിറ്റ് ഉണ്ട്. ഈ 10 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ബസ്സിലേക്ക് കയറണം. ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ നമ്മുടെ ഈ ബസ് കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഈ ലാൻഡ്സ്കേപ്പിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് കളർ തീമൊക്കെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ ഗ്ലാസ് റൂഫ് ആണെങ്കിലും ഒക്കെ ഭയങ്കര രസമാണ് കാണാനായിട്ട്. ട്രിവാൻഡ്രത്ത് ഇതുപോലെ ഒരു ഡബിൾ ഡെക്കർ ബസ് ഉണ്ട്. പക്ഷേ അതിന് മുകളിൽ റൂഫില്ല, ഓപ്പൺ ആയിട്ടാണ്. സിറ്റി റൈഡ് എന്നാണ് പേര്. അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. അത് വൈകുന്നേരങ്ങളിലൊക്കെ നല്ല തിരക്കാണ്. ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ ഈ ഒരു യാത്രയുടെ അവസാനത്തെ സ്പോട്ടിലേക്കാണ്, ആനയിറങ്കൽ ഡാം. മൂന്നാർ ടൗണിൽ നിന്നും ഏകദേശം ഒരു 28 കിലോമീറ്ററോളം നമ്മളിപ്പോൾ വന്നു കഴിഞ്ഞു. ഇനി നമ്മൾ ഈ റൂട്ടിൽ തന്നെയാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ സഞ്ചാരികൾ കുറച്ച് പേര് ചോദിക്കുന്നുണ്ടായിരുന്നത് ഒരു റൗണ്ട് ട്രിപ്പ് ആക്കിക്കൂടെ, വേറെ റൂട്ടിൽ കൂടെ വന്നിട്ട് മൂന്നാർ ടൗണിൽ എത്തിക്കൂടെ എന്ന്. സാധാരണ അങ്ങനെയാണ് റൗണ്ട് ട്രിപ്പ് ആയിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമുക്കത് പ്രാക്ടിക്കൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ഈ ഗ്യാപ്പ് റോഡ് തന്നെ അവർ തിരഞ്ഞെടുത്തതിന് പ്രധാന കാരണം ഈ റോഡ് അത്യാവശ്യം നല്ല കണ്ടീഷനാണ്. പൊതുവെ പുതിയ റോഡാണ്, അത്യാവശ്യം നല്ല വീതിയുമാണ്. പിന്നെ ഒരുപാട് കർവുകളൊക്കെ ഉള്ള റോഡുകളാണ് ഈ മൂന്നാറിൽ പൊതുവേ ഉള്ളത്. അപ്പോൾ ഡബിൾ ഡെക്കർ ബസ്സിന് അത്യാവശ്യം ഉയരമുള്ളത് കൊണ്ട് തന്നെ ഇടുങ്ങിയ റോഡിൽ കൂടെ പോകുന്നത് നല്ല ഡിഫിക്കൽട്ടായിരിക്കും, ഡേഞ്ചറാണ്. ഒരു സ്ഥലത്ത് കൊക്കയും ഒരു സ്ഥലത്ത് മലയുള്ള വഴികളാണല്ലോ മൂന്നാർ പൊതുവേ ഉള്ളത്. അപ്പം ഈ റൂട്ട് തന്നെയായിരിക്കും അവർ പിടിക്കുന്നത്. കമ്പാരിറ്റീവ്ലി സേഫ് ആയിട്ടുള്ള റൂട്ട് എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും. പിന്നെ അവരുടെ സ്പീഡ് എന്ന് പറയുന്നത് ആവറേജ് 40-45 km/h ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര സേഫ് ആയിട്ട് നമുക്ക് യാത്ര ചെയ്യാനും പറ്റും. ഈ ആനയിറങ്കൽ ഡാമിൽ പ്രധാനമായിട്ട് കാണാനുള്ളത് ഡാമിൻ്റെ ഒരു റിസർവെയർ ഏരിയയും പിന്നെ അതിനോട് ചേർന്നുള്ള തേയിലത്തോട്ടങ്ങളും ഒക്കെയാണ്. ഇവിടെ വന്നിട്ട് വണ്ടി പോയിട്ട് യൂ ടേൺ എടുത്തിട്ട് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് നേരം ഒരു 10-20 മിനിറ്റ് ഇവിടെ നമുക്ക് ഇറങ്ങി നിൽക്കാം. കുറേ നേരം ഈ കാഴ്ചകളൊക്കെ കാണാം. പിന്നെ ഇവിടെ സ്നാക്കും അല്ലാതെ കരിക്കും സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വെള്ളമൊക്കെ വാങ്ങിച്ച് കുടിക്കാം. എന്നിട്ട് തിരിച്ച് നമുക്ക് ബസ്സിൽ കയറിയിട്ട് ഈ റൂട്ട് തന്നെ തിരിച്ചു പോവാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയും ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിനു മുമ്പ് ഡബിൾ ഡെക്കർ ബസ്സിൽ പോയിട്ടുള്ളവരാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ഒരു ലൈക്ക് തരണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.